ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചലഞ്ചറ. ഞാൻ രാജേശ്വരി വിനോദ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ കേട്ടറ്റ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച്, LP-UP എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. ഇനി ഒരു കേട്ടറ്റ് ഉള്ളോ? എക്സാമിന് മുന്നിലായി ഒരു കേട്ടറ്റ് എക്സാം മാത്രമേ നമുക്കുണ്ടാവുകയുള്ളൂ. നമുക്കറിയാം, LP-UP അസിസ്റ്റന്റ് എക്സാം എഴുതുന്നതിനുള്ള ഒരു ബേസിക് മാനദണ്ഡമാണ് കേട്ടറ്റ് കാറ്റഗറി മാനദണ്ഡ പരീക്ഷകൾ എന്ന് പറയുന്നത്, അല്ലെ? ഏകദേശം 2012 മുതലാണ് ഈ മാനദണ്ഡ പരീക്ഷ നിലവിൽ വരുന്നത്. 2012 മുതൽ കേരളത്തിലെ വിവിധ സ്കൂളുകളിൽ അധ്യാപകരാവണമെന്നുണ്ടെങ്കിൽ കേട്ടറ്റ് നിർബന്ധമാക്കി. ആ നിർബന്ധമായിരുന്നു എന്ന് വെച്ചാൽ 2012 ജോയിൻ ചെയ്യുന്ന, 2013 ജോയിൻ ചെയ്യുന്ന അധ്യാപകരോട് പിന്നീട് എഴുതിയെടുത്താൽ മതി എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്കാണ് വന്നിരുന്നത്. പക്ഷേ പിന്നീട് മുന്നോട്ട് വന്നപ്പോൾ അത് നമുക്ക് എന്തായി? നിർബന്ധിതമാക്കി. കേട്ടിട്ടുണ്ടെങ്കിലേ ഈവൻ നമുക്കൊരു സ്കൂളിൽ ഒരു ഗസ്റ്റ് ആയിട്ടാണെങ്കിലും ജോയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് നമ്മുടെ കേരളത്തിലെ CBSE സ്കൂളുകളാവട്ടെ, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ അണ്ടറിൽ വരുന്ന സ്കൂളുകളാവട്ടെ, എയ്ഡഡ് സ്കൂളുകളാവട്ടെ, മാനേജ്മെന്റ് സ്കൂളുകളാവട്ടെ, ഏത് സ്കൂളിലും CBSE ഉൾപ്പെടെയുള്ള ഏത് സ്കൂളുകളിലും കേട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ അധ്യാപകന് അധ്യാപക വൃത്തി ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു സ്ഥിതി നിലവിൽ വന്നു. അങ്ങനെ നോക്കുമ്പോൾ വരാൻ പോകുന്ന 2019 നോട്ടിഫിക്കേഷൻ വന്ന് 2020 LP-UP പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് പല ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്തെങ്കിൽ കൂടിയും ഹോൾ ടിക്കറ്റ് വരാത്തൊരവസ്ഥ വന്നു. എന്താണ്? നിർബന്ധിതമാക്കി. കേട്ടിട്ടുള്ളവർ മാത്രം അപ്ലൈ ചെയ്താൽ മതി എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് കടന്നു വന്നു. അന്ന് ഒരുപാട് ഉദ്യോഗാർത്ഥികളെ നിരാശാജനകമാക്കിയ ഒരു പരീക്ഷയായിരുന്നു അന്നത്തെ LP-UP പരീക്ഷ. ഒരുപാട് പേർക്ക്, ഒരുപാട് അധ്യാപക വിദ്യാർത്ഥികൾക്ക് കേട്ടറ്റ് എഴുതിയെടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ റിസൾട്ട് വന്നില്ല, കേട്ടറ്റ് എഴുതി റിസൾട്ട് വന്നില്ല എന്നൊരൊറ്റ കാരണത്താൽ ആ LP-UP എഴുതാൻ പറ്റാതെ പോയി. അതുകൊണ്ട് തന്നെ ആ LP-UPയിൽ അപേക്ഷകരുടെ എണ്ണവും താരതമ്യേന കുറവായിരുന്നു. അത് നമ്മൾ തിരിച്ചു നോക്കുമ്പോൾ 2023 വന്ന പരീക്ഷ, 2024 പരീക്ഷ, 23 നോട്ടിഫിക്കേഷൻ, 24 വന്ന പരീക്ഷയാവട്ടെ, എന്താണ്? ഉദ്യോഗാർത്ഥികൾ, ഒരു പറ്റം ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാനും എഴുതാനും പറ്റി. കാരണം കേട്ടിട്ട് നിർബന്ധിതമാക്കി എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമ്മളിലേക്ക് വന്നു, അധ്യാപകരിലേക്ക് വന്നു. അവർ നേരത്തെ തന്നെ കേട്ടിട്ട് എഴുതി LP-UPക്ക് വേണ്ടി തയ്യാറെടുത്തു നിന്നു എന്നുള്ളതാണ് അതിലെ വാസ്തവം. ഇനി വരാൻ പോകുന്ന പരീക്ഷ 2027 നടക്കാൻ പോകുന്ന LP-UP ആണ്. ഓക്കെ, അതിന് മുന്നോടിയായിട്ടുള്ള പരീക്ഷ. നിലവിൽ നമുക്കറിയാം 2025 നടന്ന എക്സാം, 2025 കേട്ടറ്റ് എക്സാം ഒരു വർഷം ട്വൈസ് ആണ്, 2 തവണയാണ് കേട്ടറ്റ് പരീക്ഷ നടക്കുന്നത്. ഏകദേശം 2012 മുതൽ ഈ രീതിയിൽ തന്നെയാണ് നടന്നു പോകുന്നത്. വർഷത്തിൽ 2 തവണ എന്നുള്ള രീതിയിൽ. അങ്ങനെ നോക്കുമ്പോൾ ഇനി വരുന്ന LP-UP എഴുതാൻ, ആ എഴുതുന്നതിന് മുന്നോടിയായി എത്ര പരീക്ഷയുണ്ട്? DLEDന്റെ 4th സെമ്മിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് LPക്ക് അപ്ലൈ ചെയ്യാനുള്ള സാധ്യത വളരെ മുന്നിലാണ്. പക്ഷേ അവർക്ക് എന്ത് വേണം? ആ പരീക്ഷ എഴുതുന്നതിന് മുന്നോടിയായി തന്നെ അവർക്ക് എന്ത് നേടണം? ഈ കേട്ടറ്റ് എക്സാം അവർ എഴുതിയിരിക്കണം. ഏത് എക്സാം എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ ചോദ്യചിഹ്നം. ഏത് എക്സാം ആണ് എൻ്റെ ലാസ്റ്റ് എക്സാം? എനിക്ക് ഇനി ഒരു എക്സാം, ഈ വിളിക്കാൻ പോകുന്ന എക്സാം അല്ലാതെ, ഡിസംബറിൽ വരേണ്ട നോട്ടിഫിക്കേഷൻ അതല്ലാതെ ഒരു എക്സാമും കൂടി എൻ്റെ മുന്നിലുണ്ടോ എന്ന് ഉദ്യോഗാർത്ഥികൾ സംശയമധ്യേ നമ്മളോട് പല കാര്യങ്ങൾ കൊണ്ടും ചോദിക്കുന്നു. മിസ്, ഇനി 2 കേട്ടറ്റ് ഇല്ലേ എന്നുള്ള രീതിയിൽ ഒരുപാട് സംശയങ്ങൾ വന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി പറയട്ടെ, ഇല്ലാന്ന് പറയാനല്ല വരുന്നത്, പകരം അൺഫോർച്ചുനേറ്റ്ലി പറയട്ടെ, കഴിഞ്ഞ ജൂണിൽ നടക്കേണ്ട പരീക്ഷ നമുക്ക് സെപ്റ്റംബർ 18 K1 K2 എക്സാം നടക്കുന്നത്. ജൂണിൽ നടക്കേണ്ട പരീക്ഷ നീട്ടിവെച്ച് ജൂലൈയിൽ നടന്നില്ല, ഓഗസ്റ്റിൽ നടന്നില്ല. വീണ്ടും അത് നടക്കുന്നതാവട്ടെ സെപ്റ്റംബർ മാസം 18 അപ്പൊ ഈ സെപ്റ്റംബർ മാസം 18 നടക്കുന്ന പരീക്ഷയുടെ റിസൾട്ട് ഡിസംബർ മാസമാണ് പബ്ലിഷ് ചെയ്യുന്നത്. നവംബറും കഴിഞ്ഞ് ഡിസംബർ ആദ്യമാണ് ഈ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാലതാമസം വന്നപ്പോൾ ഡിസംബറിൽ അടുത്ത പരീക്ഷ നടക്കേണ്ടതാണ്.
നോട്ടിഫിക്കേഷൻ ഒക്ടോബറിലോ നവംബറിലോ വന്ന് ഡിസംബറിൽ കേട്ടറ്റിന്റെ പരീക്ഷ നടക്കേണ്ടതാണ്. ഓക്കെ, പക്ഷേ അത് നടന്നില്ല, കാരണം റിസൾട്ട് വന്നതേ ഉള്ളൂ. ഇനി സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും ഒക്കെ കഴിഞ്ഞതിന് നോട്ടിഫിക്കേഷൻ വന്ന് ഫെബ്രുവരിയിലാവാം നമ്മുടെ പരീക്ഷ വരുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഫെബ്രുവരിയിലെ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഇനി ഒരു പരീക്ഷ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് നിയമപ്രകാരം വർഷത്തിൽ 2 പരീക്ഷയാണ് നടക്കേണ്ടത്. ഓക്കെ, അതായത് ജൂണിലും ഒരു എക്സാം ഉണ്ടാവും, ഡിസംബറിലും ഒരു എക്സാം ഉണ്ടാവും. ഈ ജൂണിലെ റിസൾട്ട് ഓഗസ്റ്റിൽ വന്ന് ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ, ഒക്ടോബർ അവസാനത്തോടു കൂടിയെങ്കിലും പുതിയ നോട്ടിഫിക്കേഷൻ വരികയും കേട്ടറ്റിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നാൽ 22 to 28, 22-നുള്ളിലോ 28-നുള്ളിലോ നമ്മുടെ കേട്ടറ്റിന്റെ പരീക്ഷ നടത്തപ്പെടും. ഓക്കെ, പക്ഷേ കഴിഞ്ഞ വർഷത്തെ ചരിത്രം നോക്കിയാൽ നമുക്ക് ഈ ജൂണിൽ നടക്കേണ്ട പരീക്ഷ നടന്നത് ഓഗസ്റ്റിലാണ്. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു നീണ്ടൊരു കാലാവധി വരികയും ഡിസംബറിലാണ് റിസൾട്ട് വന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം 1, 2 അല്ല 3, 4, 5 മാസങ്ങൾ അങ്ങ് കടന്നുപോയി. അങ്ങനെ വരുമ്പോൾ നമ്മുടെ LP UPയുടെ നോട്ടിഫിക്കേഷൻ ഇനി എന്നാണ് വരുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. LP UPയുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് 2026 ഒക്ടോബർ, നവംബർ, ഡിസംബർ ഏത് മാസങ്ങളിൽ വേണമെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അതായത് നവംബർ എന്തായാലും വിളിക്കും, നവംബറിന് മുന്നേ വിളിക്കുമോ എന്നുള്ള സംശയങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് പരീക്ഷയുണ്ടോ എന്ന് ചോദിച്ചാൽ പരീക്ഷയുണ്ട്. വരാൻ പോകുന്ന പരീക്ഷ ജൂണിലെ നടക്കേണ്ട എക്സാം അവർ നടത്തും. അതായത് ഈ ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ, ഡിസംബർ അവസാനത്തോടു കൂടി അല്ല ജാനുവരി ആദ്യത്തോടു കൂടി നോട്ടിഫിക്കേഷൻ വന്നാൽ ഫെബ്രുവരി എൻഡിങ്ങിലോ അല്ലെങ്കിൽ മാർച്ച് ആദ്യമോ പരീക്ഷ നടക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയെങ്കിൽ ജൂണിലെ പരീക്ഷ നടക്കേണ്ടതാണ്. പക്ഷെ കുറച്ച് മുന്നോട്ട് പോയി അത് ചിലപ്പോൾ ഒരു ജൂലൈ എൻഡിങ്ങോ ഓഗസ്റ്റിലോ ആകാം. എങ്ങാനും റിസൾട്ട് വൈകിയാൽ നമ്മൾ ഈ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ റിസൾട്ട് വന്നാൽ അപ്ലൈ ചെയ്യാം, റിസൾട്ട് വന്നില്ലെങ്കിൽ പോട്ടെ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഓരോ അധ്യാപകരും കടന്നു വരും. അപ്പൊ അതുകൊണ്ട് അധ്യാപകരായ ഉദ്യോഗാർത്ഥികളെ നിങ്ങളോടാണ് പറയുന്നത്, ഈ കേട്ടറ്റ്, അതായത് ഇനി വരാൻ പോകുന്ന ഡിസംബറിലെ എക്സാം അല്ലെ ഡിസംബർ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന കേട്ടറ്റ് എക്സാം നമുക്ക് മേജറായി മുന്നിൽ കണ്ട് പഠിച്ചെഴുതാം. അതാണ് ഇതിനൊരു പോംവഴി എന്ന് പറയുന്നത്. കാരണം അടുത്ത തവണത്തെ നമ്മുടെ സെമസ്റ്റർ എക്സാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ വർഷം ജോയിൻ ചെയ്ത പിള്ളേര് ഈ വർഷം സെക്കൻഡ് സെമ്മിലേക്ക് കയറുകയാണ്. ഓക്കെ, ആ സെക്കൻഡ് സെമ്മ് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് അത് കേട്ടിട്ട് എഴുതാൻ പറ്റുകയുള്ളൂ അല്ലെ. അപ്പൊ നിലവിലെ എഴുതാൻ പറ്റുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന BEd DLEd പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ നമുക്ക് ടെൻഷൻ അടിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം അവരുടെ സോഴ്സ് എന്ന് പറയുന്നത് 2030-ലെ LP UP പരീക്ഷയാണ്. പക്ഷെ പഠിച്ചു കഴിഞ്ഞ നിങ്ങളോടാണ് പറയാനുള്ളത്, DLEdും BEdും ഒക്കെ പഠിച്ചു കഴിഞ്ഞ നിങ്ങളോട്, ഉദ്യോഗാർത്ഥികളോട്. അതല്ല എന്നുണ്ടെങ്കിൽ DLEdന്റെയോ BEdന്റെയോ ലാസ്റ്റ് സെമസ്റ്ററിൽ ഇനി എക്സാം മാത്രം എഴുതാനിരിക്കുന്ന നിങ്ങളോട് ആണ് പറയാനുള്ളത്. എന്താണ്, ഇനി നിങ്ങൾ കേട്ടറ്റിന് വൈകരുത്. ഈ കേട്ടറ്റ് പഠിച്ചു തന്നെ എഴുതുക, നന്നായി പഠിച്ചു തന്നെ എഴുതുക. കാരണം ഇനി ഒരു ചാൻസ് ഉണ്ട് ചാൻസ് ഉണ്ടോ? ഉണ്ട്. പക്ഷേ നമുക്ക് അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമുക്കതിനെ വരും വരാതിരിക്കാം, ഈ റിസൾട്ടിന് മുമ്പ് വന്നില്ലയോ, അതൊരു മാനസിക ടെൻഷനാണ്. അപ്പോൾ ഒരിക്കലും ഇനി വരുന്ന എക്സാമിനെ നിങ്ങൾ വിട്ടുകളയേണ്ട. അതിനെ ഒരു മെയിൻ എക്സാമായി കേട്ടിട്ട് എനിക്ക് ഇത് ലാസ്റ്റ് ടൈം ആണ് എന്ന് തന്നെ വിചാരിച്ച് തന്നെ ഓരോ വിഷയങ്ങളെയും പഠിച്ചെഴുതുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. കേട്ടറ്റ് കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3 എന്നീ ഡിഫറെൻ്റ് ആയിട്ടുള്ള കേട്ടറ്റിനു വേണ്ടി ചലഞ്ചർ ആപ്പിൽ കോഴ്സുകൾ അനവധിയുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായും താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. കേട്ടറ്റ് ബാച്ചുകാർക്ക് സ്പെഷ്യൽ മെന്റർഷിപ്പ് ബാച്ചോട് കൂടിയതാണ് നമ്മളിവിടെ നടത്തപ്പെടുന്നത്. പുതിയ കേട്ടറ്റ് ആരംഭിക്കാൻ പോവുകയാണ്. ഇനി വരാൻ പോകുന്ന കേട്ടറ്റ് എക്സാമിനെ മുന്നിൽ കണ്ട് പുതിയ കേട്ടറ്റ് ആരംഭിക്കുകയാണ്. മക്കളെ, കേട്ടറ്റിനെ ഇനി വരും കേട്ടറ്റിനെ നല്ല സീരിയസ് ആയിട്ട് ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചാൽ മതി, എനിക്ക് ഒറ്റയ്ക്ക് പഠിച്ചാൽ കിട്ടും, കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് പഠിച്ച് കിട്ടാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾ ശ്രവിക്കുന്നത്, ഇനി എനിക്കൊരു കേട്ടറ്റും കൂടെ ഉണ്ടെങ്കിൽ ഇതും ഒരു സേഫ് സോൺ അല്ലേ എന്നുള്ള രീതിയിൽ. പക്ഷെ കേട്ടിട്ട് നേടിയെടുക്കുക, LP UP പരീക്ഷ എഴുതുക എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ വരാൻ പോകുന്ന കേട്ടറ്റിനെ ഈ ഡിസംബറിൽ വരുന്ന നോട്ടിഫിക്കേഷനെ സീരിയസ് ആയി കണ്ട് തന്നെ പഠനം ആരംഭിച്ചുകൊള്ളൂ. ഇനി ഒരു എക്സാം ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് എക്സാം ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല, എക്സാം ഉണ്ട്.
പക്ഷെ അതിൻ്റെ റിസൾട്ട് എപ്പോഴാ വരുന്നത് എന്നുള്ളതിൽ നമുക്ക് സംശയമുണ്ട്. അതിനാൽ കിട്ടിയാൽ നമുക്ക് നല്ലത്. അത് ഒരു എക്സാമും കൂടെ കിട്ടിയാൽ കുറച്ചുകൂടി LP UPയിൽ ഉദ്യോഗാർത്ഥികൾ നമ്മളോട് മത്സരിക്കാനുണ്ടാവും പല ജില്ലകളിൽ. ഇനി ഇൻ കേസ് ഇല്ലേ, നിങ്ങൾ ഇതിനെ സീരിയസ് ആയി കണ്ട് തന്നെ പഠിച്ചു തുടങ്ങുക. മക്കളെ, K1 എക്സാം ആവട്ടെ, K2 ആവട്ടെ, K3 ആവട്ടെ, നെഗറ്റീവ് ഇല്ല. പഠിച്ചാൽ, മെന്റർഷിപ്പ് സഹായത്തോടുകൂടി പഠിച്ചാൽ, മെന്ററിന്റെ സഹായത്തോടുകൂടി വരുന്ന 120 ദിവസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് വരുന്ന 60 ദിവസങ്ങൾ കൊണ്ട് എക്സാം ഓറിയന്റഡ് ലൈവ് അറ്റൻഡ് ചെയ്താൽ എക്സാം നോട്ടിഫിക്കേഷൻ വന്ന് കൃത്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാ ടോപ്പിക്കുകളെയും പഠിച്ചു മുന്നോട്ട്. അത് ഇപ്പോഴേ ജോയിൻ ചെയ്താൽ മാത്രം. എക്സാം വിളിച്ചു കഴിഞ്ഞാൽ 28 ദിവസമാണ് നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ മുമ്പിലുള്ളത്. ഇനി എങ്ങാനും പരീക്ഷാ ഭവൻ നീട്ടിവെച്ചാൽ മാത്രം നമുക്ക് 1, 2, 3 മാസം നീട്ടിവെച്ചാൽ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുമേ, പഠിക്കാൻ സമയം കിട്ടും എന്നതിലുപരി പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ 28 ദിവസമാണ് നിയമപ്രകാരം നോട്ടിഫിക്കേഷൻ വന്നാൽ നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് ഈ വരുന്ന എക്സാമും ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്നാൽ ഒരുപക്ഷെ ജാനുവരി എൻഡിങ്ങോ ഫെബ്രുവരി ആദ്യമോ എക്സാം നടന്നേക്കാം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഇതിനെ സീരിയസ് ആയി കാണുക, നന്നായി പഠിച്ചു തുടങ്ങുക. LP UPക്കും പഠിച്ചു തുടങ്ങുക. കേട്ടിട്ട് കിട്ടിയ ഉദ്യോഗാർത്ഥികളാവട്ടെ LP UPക്ക് പഠനം ആരംഭിക്കുക. SCRT 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ തീർക്കാനുണ്ട്. കേട്ടിട്ട് കിട്ടാത്തവരാവട്ടെ അടുത്ത കേട്ടിട്ടിനായിട്ട് അക്ഷീണം പരിശ്രമിക്കുക. അപ്പൊ ഇനി ക്ലാസ്സിലൂടെ കാണാം. താങ്ക് യു.